പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ തൻ്റെ അനുഗ്രഹങ്ങൾ രണ്ട് ലോകങ്ങളിലും എന്നുമെന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ ശക്തമായ നാമം എന്നുമെന്നാളും വാഴ്ത്തപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ടവരെ, വല്ലാത്ത പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഒരു വർഷത്തിലേറെയായി മാരകമായ രോഗം ലോകത്തെ ഗ്രസിക്കാൻ തുടങ്ങിയിട്ട് ഒരിക്കൽ കൂടെ വചനത്തിൻ്റെ അനുഭവത്തിലും അനുഗ്രഹത്തിലുമായിരിക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കിയിരിക്കുന്നു. ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് തമ്പുരാൻ്റെ വചനത്തിന് മുമ്പിൽ നമുക്ക് താഴ്മയോടെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങ് അരുളി ചെയ്തല്ലോ. മഹത്വമുള്ളവനായ യെശയ്യാ പ്രവചനം 66-ാം അധ്യായം 2-ാം വാക്യം, എളിയവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനും അരിഷ്ടനുമായവനെ ഞാൻ കടാക്ഷിക്കും. എളിയവനും അരിഷ്ടനും വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായി ഞാൻ സഹായിക്കും. തമ്പുരാനെ, അങ്ങയുടെ വചനം കേൾക്കുന്ന മുഖാന്തരം അനുഗ്രഹത്തിൻ്റെ ഉറവ ഓരോരുത്തരും വന്ന് സംഭവിക്കണമേ കർത്താവേ. അവിടുത്തെ വലിയ ശക്തിക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇതുവരെ അങ്ങ് കരുണയോടെ കാത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഇനിയും കാത്തുകൊള്ളണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്താൽ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈയൊരു ദിവസം നമുക്ക് ഒരു ചെറിയ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാം. ആ വിഷയം ഇങ്ങനെയാണ്: പലപ്പോഴും വല്ലാത്ത പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരുന്നു. അതും ഒരുപക്ഷേ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് നിരപരാധികളായിരുന്നിട്ടും ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടാൽ, അതാണ് നമ്മുടെ വിഷയം. നമുക്ക് ആ ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാം. നിരപരാധികളായിരുന്നിട്ടും ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടാൽ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. അനുഗ്രഹിക്കപ്പെട്ടവരെ, നിരപരാധികൾ ശിക്ഷിക്കപ്പെടരുത് എന്ന് ഇന്ത്യൻ പീനൽ കോഡ് വ്യക്തമായി അനുശാസിക്കുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമം ശക്തമായി പഠിപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും മുറുകെ പിടിക്കുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തേക്ക് തിരിഞ്ഞു നോക്കി, പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ നമുക്കറിയാം, ഭാര്യ ചെയ്യാത്ത തെറ്റിന് അല്ലെങ്കിൽ അറിയാത്ത വിചാരത്തിന് പറയാത്ത കുറ്റങ്ങൾക്ക് ആരോപിക്കപ്പെടുന്നതായിട്ട് നമുക്കറിയാം. നേരെ തിരിച്ച് ഭർത്താവ്, കുടുംബനാഥൻ പലപ്പോഴും അവൻ്റെ മനസ്സിലൊരു ചിന്ത പോലും വരാതിരിക്കുന്ന സംഭവത്തെക്കുറിച്ച് കുടുംബത്തിലുള്ളവരോ ബന്ധുമിത്രാദികളോ കുറ്റമാരോപിച്ചേക്കാം, തെറ്റായി വ്യാഖ്യാനിച്ചേക്കാം. മക്കളും അവരുടെ മാതാപിതാക്കളുടെ ബന്ധങ്ങളും ഇങ്ങനെയാകാം. അതിനേക്കാൾ ഉപരി നമ്മളിന്ന് ചിന്തിക്കൂ, സമൂഹത്തിൻ്റെ എല്ലാ നിലകളിലും, അത് രാഷ്ട്രീയ രംഗത്തായാലും, അത് സാങ്കേതിക രംഗത്തായാലും, ശാസ്ത്ര രംഗത്തായാലും, രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ നമുക്കറിയാം, തന്നേക്കാൾ വേറൊരുവൻ വലിയവനാകാൻ സമ്മതിക്കാതിരിക്കുന്ന ഒരു പ്രവണത മാനവരാശിയിൽ നമുക്ക് കാണാം. അത് മാനവരാശിയിൽ മാത്രമല്ല, ഏകദേശം മനഃശാസ്ത്രം പഠിപ്പിക്കുന്നു, മിക്കവാറും ജീവികളിലൊക്കെ അത് ഒരു ഡ്രൈവാണ്, ഒരു സോഷ്യൽ ഡ്രൈവാണ്, ഒരു പ്രത്യേക സ്വഭാവമാണ്. നമ്മുടെ വീടുകളിലൊക്കെ കോഴികളെ നമ്മൾ വളർത്തുന്നുണ്ട്. വീട്ടിൽ വളർത്തുന്ന വളർത്തു കോഴിക്ക് തീറ്റ ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ വലിയ മിടുക്കുള്ള കോഴി കൂടുതൽ കൊത്തിയെടുക്കുകയും മറ്റുള്ളതിനെ കൊത്താൻ വരുമ്പോൾ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നൊരു പ്രവണത നമ്മൾ കണ്ടിട്ടുണ്ട്. അത് സാധാരണയാണ്. അത് ജീവജാലങ്ങളിൽ ഒരു സിംഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വന്യമൃഗത്തിൻ്റെ ആ മേഖലയിലേക്ക് മറ്റൊന്ന് കടന്നു വരുമ്പോൾ അത് വല്ലാതെ പ്രതികരിക്കും.
വീട്ടിൽ വളർത്തുന്ന നായയാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിലേക്ക് മറ്റൊരു നായ വരുമ്പോൾ വീട്ടിൽ വളർത്തുന്ന നായി അതിനെതിരെ ശക്തമായ പ്രതികരണമുണ്ടാക്കും. ഇത് സാധാരണയാണ്. എന്നാൽ അതിനെ അതിജീവിക്കാനുള്ള ശക്തിയും വിവേകവുമാണ് ദൈവം മനുഷ്യന് നൽകിയിട്ടുള്ളത്. വിവേചനബോധം, വിവേകം, വിവരം. ഈ വിവേകവും വിവരവും വിവേചനബോധവും നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് സഭ്യമായി മാന്യമായി ഇടപെടാൻ കഴിയും. സാധാരണയായിട്ട് നമ്മുടെ കുടുംബങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കി, സ്വഭാവത്തിൽ മാറ്റമുണ്ടാകണം. സ്വഭാവത്തിൽ മാറ്റമുണ്ടാകുമ്പോൾ സ്വഭവനത്തിൽ മാറ്റമുണ്ടാകും. അതെ, നമ്മുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാകുമ്പോൾ സ്വന്തം ഭവനത്തിൽ മാറ്റമുണ്ടാകും. സ്വന്തം ഭവനത്തിൽ മാറ്റമുണ്ടാകുമ്പോൾ നമ്മുടെ സ്വന്തം സമൂഹത്തിൽ അതിന് മാറ്റം വരുത്തും. നമ്മൾ ഇടപെടുന്ന തലങ്ങളിലെല്ലാം അനുഗ്രഹമുണ്ടാകും. അടിസ്ഥാനപരമായി മനുഷ്യന് ആവശ്യം അതാണ്. എന്നാൽ ഇന്ന് പല തലങ്ങളിലും എവിടെ നോക്കിയാലും തെറ്റ് ചെയ്യാത്തവരെ കുറ്റമാരോപിക്കുന്ന സാധാരണമായൊരു സ്ഥിതി നമ്മൾ കാണുന്നുണ്ട്. അവിടെ അങ്ങനെ വന്നാൽ ഒരുപക്ഷെ വലിയ ശിക്ഷയ്ക്ക് പോലും അവർ അർഹരായി തീർന്നേക്കാം. സാഹചര്യങ്ങളുടെ സമ്മർദ്ദമൊക്കെ അങ്ങനെയാകാം. ഈ കാലഘട്ടത്തിൽ വല്ലാത്ത ഒരു പ്രതിസന്ധിയുടെ, മഹാമാരിയുടെ വല്ലാത്തൊരു കാലത്തിലൂടെ ലോകം കടന്നു പോവുകയാണ്. ഈ മഹാമാരി നമുക്ക് മാറ്റാൻ കഴിയുമോ? സാധ്യമല്ല. വാക്സിൻ കണ്ടെത്തുമെന്ന് പറഞ്ഞു. വാക്സിൻ കണ്ടെത്തി, ധാരാളം പല വിധത്തിലുള്ള വാക്സിനുകൾ കണ്ടെത്തി, പല പേരിലുള്ള വാക്സിനുകൾ കണ്ടെത്തി. പക്ഷേ ഈ വാക്സിനൊന്നും ഈ രോഗത്തെ തടഞ്ഞു നിർത്താനോ മാറ്റിക്കളയാനോ മതിയായിട്ടില്ല എന്ന് ലോകം ഇതുവരെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വാക്സിൻ എടുക്കണം, പ്രതിരോധ കുത്തിവയ്പ്പാണ്, അത് രോഗം വരാതിരിക്കാൻ സഹായിക്കും. എന്നാൽ അത് പൂർണ്ണമായി 100% അതിൽ മാത്രം നമുക്ക് ആശ്രയിച്ച് നിന്നുകൂടാ എന്ന് ശാസ്ത്രലോകം നമ്മെ പഠിപ്പിക്കുകയാണ്. വാക്സിൻ എടുത്തിട്ടുള്ളവരും മാസ്ക് ധരിക്കണം, സാമൂഹിക അകലം പാലിക്കണം, ഇതുപോലെ കൈകൾ ശുദ്ധമാക്കണം, സാനിറ്റൈസ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ അനുഷ്ഠിക്കണം വാക്സിൻ എടുത്താലും. അതെ, ഇതിനെല്ലാം അതിജീവിച്ച് ഇതിൽ നിന്ന് വിടുതൽ നൽകുന്നത് ആരാണ്? സർവശക്തനായ ദൈവം ഒരുത്തൻ മാത്രമാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ വലിയ രോഗത്തിൻ്റെ പിടിയിൽ നമ്മൾ ആകാതിരിക്കാൻ, നമ്മൾ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് നമ്മൾ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ നമുക്ക് തമ്പുരാൻ്റെ സന്നിധിയിൽ അഭയപ്പെടാം. വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട, മരണത്തിനേൽപ്പിക്കപ്പെട്ട ഒരുത്തനെ നമുക്ക് കാണാം. എന്താണ് അവൻ്റെ വിധി? അവൻ്റെ കുറ്റം എന്തായിരുന്നു? അവൻ ആരായിരുന്നു? നമുക്കറിയാം. സാധാരണയായിട്ട് തെറ്റ് ചെയ്ത ഒരുത്തൻ്റെ തെറ്റ് പ്രൂവ് ചെയ്യപ്പെട്ടാൽ, തെളിയിക്കപ്പെട്ടാൽ അവൻ ശിക്ഷിക്കപ്പെടണം. ഇവിടെ തെറ്റ് ഏത് വിധത്തിലാണ് ചെയ്തതെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം. ദാനിയേൽ പ്രവാചകൻ മഹത്വമുള്ളവനാണ്. അവൻ വലിയ ശക്തിമാനാണ്, മിടുക്കനാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയ വരങ്ങളും ദാനങ്ങളുമൊക്കെ ലഭിച്ചിട്ടുള്ളവനാണ്. അവൻ രാജ്യത്ത്, ദാരിയൂസ് രാജാവിൻ്റെ രാജ്യത്ത്, ബാബിലോൺ രാജ്യത്ത് അവൻ പ്രമുഖനായി വാഴുകയാണ്. രാജ്യം ഭരിക്കാൻ അതിൻ്റെ എല്ലാ ഭാഗങ്ങളുമായി 120 പ്രധാന ദേശാധിപന്മാരെ നിയമിക്കുന്നത് നല്ലതെന്ന് രാജാവ് മനസ്സിലാക്കി. അങ്ങനെ ദാരിയൂസ് രാജാവ് അവരുടെ എല്ലാം തലവന്മാരായി, അവരുടെ മേൽ 3 തലവന്മാരെ അവർ നിയമിച്ചാക്കി. അവരിൽ ഒരുവൻ ദാനിയേലായിരുന്നു. അതെ, ദേശാധിപന്മാരുടെ തലവനായിട്ട് ദാനിയേലിനെ ദാരിയൂസ് രാജാവ് നിയമിച്ചാക്കി. അതെ, അത്രയും പ്രാഗൽഭ്യമുള്ള, മിടുക്കുള്ള, കഴിവുള്ള, സാമർഥ്യമുള്ള ദാനിയേൽ പ്രവാചകൻ. അവൻ്റെ യോഗ്യതകളെക്കുറിച്ച് ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു.
മൂന്നാമത്തെ വചനം പരിശോധിക്കുമ്പോൾ ദാനിയേലിൻ്റെ ഒന്നാമത്തെ സൽഗുണം നമുക്കറിയാം. അവൻ്റെ യോഗ്യത, അവനിൽ അത്ഭുതകരമായ ദൈവിക ചൈതന്യം ദാനിയേലിനുണ്ടായിരുന്നു. അത്ഭുതകരമായ ദൈവിക ചൈതന്യം ദാനിയേലിനുണ്ടായിരുന്നു. അവൻ്റെ ഒന്നാമത്തെ യോഗ്യത അതാണ്. ഇനി രണ്ടാമത്തെ യോഗ്യത നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ദാനിയേലിനെ മറ്റുള്ളവരെക്കാൾ കൂടുതലായി ദേശാധിപതിമാരുടെ തലവനായി നിയമിക്കാൻ ദാരിയൂസിനെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഒന്ന്, അത്ഭുതകരമായ ദൈവിക ചൈതന്യം അവനുണ്ടായിരുന്നു. രണ്ടാമത്തെ അവൻ്റെ യോഗ്യത നമുക്ക് കാണാം 4-ാമത്തെ വാക്യത്തിൽ, 6-ാം അധ്യായം 4-ാം വാക്യം. പരാതിക്ക് ദാനിയേലിൻ്റെ മേൽ പരാതിക്ക് മതിയായ കാരണമോ കുറ്റമോ കണ്ടെത്താൻ ആർക്കും സാധിച്ചില്ല. ദാനിയേലിൻ്റെ മേൽ ഒരു പരാതിക്ക് മതിയായ കാരണമോ കുറ്റമോ കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞില്ല. അതെ, അതാണ് ദാനിയേലിൻ്റെ രണ്ടാമത്തെ യോഗ്യത. മൂന്നാമത്തെ യോഗ്യത നമുക്ക് കാണാം അവിടെ തന്നെ 4-ാമത്തെ വാക്യത്തിൽ തന്നെയുണ്ട്. എന്തെന്നാൽ അവൻ വിശ്വസ്തനായിരുന്നു. മൂന്നാമത്തത് അവൻ വിശ്വസ്തനായിരുന്നു എന്നുള്ളതാണ് അവൻ്റെ യോഗ്യത. 4-ാമതൊരു യോഗ്യതയുണ്ട്. 5-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം. ദാനിയേൽ ദൈവത്തിൻ്റെ നിയമത്തെ കൃത്യമായി അനുഷ്ഠിക്കുന്നവനായിരുന്നു. ദൈവത്തിൻ്റെ നിയമത്തെ സംബന്ധിച്ചല്ലാതെ വേറൊന്നിനെക്കുറിച്ചും ദാനിയേലിൽ ഒന്നും കാണുവാൻ ആർക്കും സാധിക്കുമായിരുന്നില്ല. അതെ, ഇനി 5-ാമത്തെ അവൻ്റെ യോഗ്യത എന്താണ്? അവൻ നിരന്തരം ദൈവത്തിൻ്റെ സന്നിധിയിൽ ദിവസേന 3 പ്രാവശ്യം, അതെ, ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം നമ്മെ പഠിപ്പിക്കുകയാണ്. അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദിവസേന 3 പ്രാവശ്യം മുട്ടിന്മേൽ നിന്ന് തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തിരുന്നു. അതെ, ദാനിയേലിൻ്റെ 5 യോഗ്യതകളെ നമ്മൾ കണ്ടു. ഒന്ന്, അവനിൽ അത്ഭുതകരമായ ദൈവിക ചൈതന്യം ഉണ്ടായിരുന്നു. 2, അവനിൽ പരാതി കണ്ടെത്താൻ മതിയായ കുറ്റമോ കാരണമോ കണ്ടെത്താൻ ആർക്കും സാധിച്ചിരുന്നില്ല. 3, അവൻ വിശ്വസ്തനായിരുന്നു. 4, അവൻ ദൈവത്തിൻ്റെ നിയമത്തെ പൂർണ്ണമായി അനുസരിക്കുന്നവനായിരുന്നു. 5, അവൻ ദിവസേന ദൈവത്തിൻ്റെ സന്നിധിയിൽ 3 പ്രാവശ്യം മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തിരുന്നു. ഈ നല്ല സവിശേഷ ഗുണങ്ങളുള്ള ദാനിയേലാണ് ശിക്ഷിക്കപ്പെടുന്നത്. അതും എവിടെയാണ്? വല്ലാത്ത വന്യമൃഗങ്ങളുടെ കുഴിയിലേക്ക് എറിയപ്പെട്ട്. നോക്കൂ, ദാനിയേലിൻ്റെ കുറ്റമെന്താണ്? അനുഗ്രഹിക്കപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. പലപ്പോഴും നമ്മൾ പള്ളിയിൽ പോയിട്ടും പ്രാർത്ഥിച്ചിട്ടും ദൈവിക ആശ്രയത്വത്തിൽ ജീവിച്ചിട്ടുമൊക്കെ പലപ്പോഴും അകാരണമായി, കാരണമില്ലാതെ കുറ്റമാരോപിക്കപ്പെടുന്ന അവസ്ഥ നമ്മളിൽ പലർക്കും ഉണ്ടായിരുന്നേക്കാം. സ്വയം നിങ്ങൾ ചിന്തിച്ചു നോക്കുക. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അങ്ങനെയുള്ളൊരു പ്രതിസന്ധിയിലാണെങ്കിൽ നിങ്ങൾ ഈ വചനം നിങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ്. ശക്തനായ ദൈവം നിങ്ങളെ ചേർത്ത് പിടിക്കുന്നവനാണ്. ഉപേക്ഷിക്കുന്ന ദൈവമല്ല നമ്മൾ ആരാധിക്കുന്നത്, രക്ഷിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതെ, നമ്മുടെ ദൈവം ഉപേക്ഷിക്കുന്നവനല്ല, ചേർത്ത് പിടിച്ച് രക്ഷിക്കുന്നവനാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, നോക്കൂ, അവൻ്റെ കുറ്റം എന്തായിരുന്നു? അവൻ്റെ കുറ്റം ഇതാണ്. ദാനിയേൽ ഇത്രയും മിടുക്കനായിരുന്നതുകൊണ്ട് ദാരിയൂസ് രാജാവിന് ദാനിയേലിനോട് പ്രത്യേക സ്നേഹവും കരുതലും ഉണ്ടായിരുന്നു. അത് മറ്റുള്ളവർക്ക് അസൂയയ്ക്ക് കാരണമായി. ദേശാധിപതിമാർക്കും അവൻ്റെ കൂടെയുണ്ട അതിൽ മറ്റു 2 പേർക്കും ഈ ദാനിയേലിനോട് അസൂയയും വിദ്വേഷവും തോന്നി. അങ്ങനെ ഈ തലവന്മാരും പ്രധാന ദേശാധിപന്മാരും തമ്മിൽ ആലോചിച്ചുറച്ച് രാജാവിൻ്റെ അടുത്തെത്തി രാജാവിനോട് പറഞ്ഞു, രാജാവ് നീണാൾ വാഴട്ടെ, ഒരു കാര്യം ഞങ്ങൾക്ക് ബോധിപ്പിക്കാനുണ്ട്. രാജാവേ, ഈ രാജ്യത്ത് 30 ദിവസത്തേക്ക് നിന്നോടല്ലാതെ മറ്റേതെങ്കിലും ദേവന്മാരോടോ മറ്റേതെങ്കിലും മനുഷ്യരോടോ പ്രാർത്ഥിക്കുന്നവന്
സിംഹങ്ങളുടെ കുഴിയിൽ എറിഞ്ഞു കളയണമെന്ന് നീ കൽപ്പന പുറപ്പെടുവിക്കണം. ദേശാധിപതിമാരും അവരുടെ തലവന്മാരും ചെന്ന് ദാരിയൂസ് രാജാവിനോട് അപേക്ഷിക്കുകയാണ്. അങ്ങനെ എറിഞ്ഞു കളയണമെന്ന് നീ കൽപ്പന പുറപ്പെടുവിക്കണം, നീ മുദ്ര വയ്ക്കണം എന്ന് പറഞ്ഞു. രാജാവ് ഈ ദേശാധിപതിമാരുടെ ഈ അപേക്ഷ സ്വീകരിച്ചു. അങ്ങനെ ദാരിയൂസ് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു, മുദ്ര വച്ചു. അത് കേട്ട മാത്രയിൽ, ഈ സംഭവം അറിഞ്ഞ മാത്രയിൽ ദാനിയേൽ തൻ്റെ സ്വഭവനത്തിലേക്ക് ചെന്ന് വീടിൻ്റെ മുകളിലത്തെ മുറിയിൽ യെരുശലേമിനു നേരെ തുറന്നു കിടക്കുന്ന ജാലകങ്ങൾക്ക് അഭിമുഖമായി നിന്ന് താൻ മുമ്പ് ചെയ്തിരുന്നത് പോലെ അവനവിടെ ദിവസേന 3 പ്രാവശ്യം മുട്ടിന്മേൽ നിന്ന് തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദാനിയേലിന് ദൈവത്തെ അനുസരിക്കുകയും കൽപ്പനകളെ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവനാണെന്ന് ഈ ദേശാധിപതിമാർക്ക് ബോധ്യമുണ്ടായിരുന്നു. അവർക്കറിയാം ദാനിയേൽ രാജാവിനോടോ മറ്റു മനുഷ്യരോടോ പ്രാർത്ഥിക്കുന്നവനല്ല, അവൻ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവനാണ്. അത് മനസ്സിലാക്കിയിട്ട് ദാനിയേലിനെ തിരക്കി ദേശാധിപതിമാർ ചെല്ലുകയാണ്. ദേശാധിപതിമാർ ചെല്ലുമ്പോൾ ദാനിയേൽ ഇങ്ങനെ തൻ്റെ വീട്ടിൽ യെരുശലേമിൻ്റെ നേരെ തിരിഞ്ഞ് മുട്ടുകുത്തി കൈകൾ ഉയർത്തി തൻ്റെ ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും നന്ദി പറയുന്നതുമാണ് ഇവർ കാണുന്നത്. ഇവർ നേരെ ചെന്ന് രാജാവിനോട് പറഞ്ഞു, അല്ലയോ രാജാവേ, നിൻ്റെ കൽപ്പനയെ ധിക്കരിക്കാൻ നീ തന്നെ ദേശാധിപതിമാരുടെ തലവനാക്കി വച്ചിരിക്കുന്ന ദാനിയേൽ ഇതാ നിന്നോട് പ്രാർത്ഥിക്കുന്നില്ല, മറിച്ച് അവൻ്റെ ജീവനുള്ള ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നതെന്ന് അവർ സാക്ഷ്യത്തോടുകൂടെ പറഞ്ഞു. അങ്ങനെയെങ്കിൽ രാജാവ് തൻ്റെ അന്തസ്സ് പാലിച്ച്, തൻ്റെ കൽപ്പന പാലിച്ച്, വാക്കുപാലിച്ച് തീർച്ചയായും ദാനിയേലിനെതിരെ വിധി നടപ്പാക്കണം. അവർ മുറവിളി കൂട്ടി. രാജാവ് കൽപ്പന കൊടുത്തു ദാനിയേലിനെ പിടിച്ച് സിംഹങ്ങളുടെ കുഴിയിലിടാൻ. അങ്ങനെ ദാനിയേൽ സിംഹങ്ങളുടെ കുഴിയിലേക്ക് എറിയപ്പെടുകയാണ്. ചെയ്യാത്ത കുറ്റം. അവൻ ചെയ്യുന്നത് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും നല്ല ആത്മാർത്ഥതയോടുകൂടെ, നല്ല വിശ്വാസത്തോടെ, ഭക്തിയോടെ, സത്യസന്ധതയോടെ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ജനത്തെ ശുശ്രൂഷിക്കുമൊക്കെ ചെയ്തിട്ടും അകാരണമായി കുറ്റം ആരോപിക്കപ്പെട്ടേക്കാം. ഇവിടെ ദാനിയേലിനെ ഒറ്റിക്കൊടുത്തത്, ദാനിയേലിനെ ശിക്ഷയ്ക്ക് വിധിക്കാൻ രാജാവിനെ പ്രേരിപ്പിച്ചത് തൻ്റെ കൂടെ തന്നെയുള്ളവരാണ്. തൻ്റെ കൂടെയുള്ളവരെന്ന് മാത്രമല്ല, തൻ്റെ അതേ നിലവാരത്തിലുള്ളവരാണ്. അവരെക്കാൾ വലിയവൻ ദാനിയേലാകരുത്. അങ്ങനെയെങ്കിൽ അവനെ ഇല്ലായ്മ ചെയ്യണം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എവിടെയും കാണുന്ന ഒരു സർവ്വസാധാരണമായ ഒരു ചിന്തയാണത്. തന്നേക്കാൾ വലിയവനാകാൻ മറ്റൊരുത്തനെ അനുവദിക്കാതിരിക്കുന്ന ഒരു പ്രവണത. അയ്യോ, എത്രയോ നീചമാണത്, എത്രയോ അപലപനീയമാണത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, മനുഷ്യന് ദൈവം വിവേകവും വിവേചന ശക്തിയും നൽകിയിട്ടുണ്ട്, വിവരം നൽകിയിട്ടുണ്ട്, ബുദ്ധിശക്തി നൽകിയിട്ടുണ്ട്. അതിനെ ഏകോപിപ്പിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നമ്മൾ പ്രാർത്ഥിച്ചെങ്ങനെയാണ്? യെശയ്യാപ്രവചനം 66-ാം അധ്യായത്തിന് 2-ാം വാക്യം, അരിഷ്ടനും മനസ്സ് തകർന്നവനും എളിയവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായവനെ ഞാൻ കടാക്ഷിക്കും. അതാണ് വചനം. അങ്ങനെയെങ്കിൽ എളിമയോടുകൂടെ താഴ്മയോടുകൂടെ ആയിരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ആരെങ്കിലും ചെയ്യാത്ത കുറ്റത്തിന് പിടിക്കപ്പെട്ടാൽ കുറ്റം മാറ്റി അല്ലെങ്കിൽ അതിനെ തെളിയിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ആ സ്ഥിതിയിലാകുമ്പോൾ ഇതുപോലെ ശിക്ഷയ്ക്ക് നമ്മൾ വിധിക്കപ്പെട്ടേക്കാം. ദാനിയേൽ കൈകളും കാലുകളും കെട്ടപ്പെട്ടവനായിട്ട് സിംഹങ്ങളുടെ കുഴിയിലേക്ക് എറിയപ്പെടുകയാണ്. ഇനി ആ സിംഹങ്ങൾ എങ്ങനെയുള്ളവ എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ദാനിയേലിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം പരിശോധിക്കും അറിയാം ആ സിംഹങ്ങളുടെ യോഗ്യത. അവർ ദാനിയേലിനെ സിംഹങ്ങളുടെ കുഴിയിലെറിഞ്ഞു.
6 ദിവസം അവനവിടെ കഴിച്ചുകൂട്ടി. എങ്ങനെയുള്ള അപ്പോൾ 7 സിംഹങ്ങൾ ആ കുഴിയിലുണ്ടായിരുന്നു. അവയ്ക്ക് ദിവസേന 2 മനുഷ്യ ശരീരങ്ങളും 2 ആടുകളും കൊടുക്കാറുണ്ടായിരുന്നു. ദിവസേന 2 മനുഷ്യ ശരീരങ്ങളും 2 ആടുകളും ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്ന 7 സിംഹങ്ങൾ. എന്നാൽ ദാനിയേലിനെ വിഴുങ്ങേണ്ടതിന് അവയ്ക്ക് ഇവയൊന്നും കൊടുത്തിരുന്നില്ല. അങ്ങനെ ഇവയൊന്നും കൊടുക്കാതെ പട്ടിണിക്കിട്ട് ദാനിയേൽ കുഴിയിലേക്ക് എറിയപ്പെടുന്ന നിമിഷത്തിൽ തന്നെ ദാനിയേലിനെ പെച്ചിച്ചീന്തിയ സിംഹങ്ങൾ ഇരയാക്കണം എന്ന് ഇവർ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ കൈകളും കാലുകളും കെട്ടപ്പെട്ടവനായി കുഴിയിലേക്ക് എറിയപ്പെട്ട ദാനിയേൽ അവിടെ ജീവനുള്ള ദൈവത്തിൻ്റെ സംരക്ഷണം അനുഭവിച്ചു. അനുഗ്രഹിക്കപ്പെട്ടവരെ, അകാരണമായി കുറ്റം വിധിക്കപ്പെട്ട് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനാണ് ദാനിയേൽ. അവനെ രക്ഷിക്കാൻ ജീവനുള്ള ദൈവം അവിടെ വലിയ സഹായമെത്തിച്ചു. നോക്കൂ, ഒരു ദിവസമല്ല, 6 ദിവസക്കാലം ദാനിയേൽ കുഴിയുടെ ഉള്ളിലായിരുന്നു എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. വിശക്കുന്ന വയറുകളുമായിട്ട് 7 സിംഹങ്ങളും അവയൊന്നും ദാനിയേലിനെ ആക്രമിക്കാനോ തൊടാനോ പോലും വന്നില്ല. ദാനിയേൽ അവിടെയും തൻ്റെ ജീവനുള്ള ദൈവത്തോടുള്ള ആരാധന തുടർന്ന് കാണും. നോക്കൂ, എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ആ കാലത്ത് അടുത്ത വചനമാണ് ദാനിയേലിൻ്റെ പ്രവചനം 14-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യം. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ഇങ്ങനൊരു പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ ആരാ നമ്മെ രക്ഷിക്കാൻ? ഞാൻ വലത്തോട്ട് നോക്കി, ആരും എൻ്റെ രക്ഷകനായിട്ടില്ല. ഞാൻ ഉറക്കെ കരഞ്ഞു, എന്നെ സഹായിക്കാൻ ആരും വന്നില്ല. ഇത് നമ്മുടെ മനുഷ്യരുടെ കരച്ചിലാണ്, പരിദേവനമാണ്. എന്നാൽ ഇവിടെ ഒരു മനുഷ്യൻ പാടത്ത് കൊയ്യുന്നവർക്ക്, പാടത്ത് പണിയെടുത്ത് കൊയ്യുന്നവർക്ക്, കൊയ്ത്തുകാർക്ക് ഭക്ഷണം കൊണ്ടുപോകുന്ന ഒരു മനുഷ്യൻ അവനോട് പറഞ്ഞു, ഏയ് നീ എവിടെ പോകുന്നു? നീ നേരെ സിംഹങ്ങളുടെ കുഴിയിലേക്ക് ചെല്ലുക, ബാബിലോണിലേക്ക് ചെല്ലുക. അയ്യോ, ആരാ ഇത്? ബാബിലോണോ? ഞാൻ കേട്ടിട്ട് പോലുമില്ല. സിംഹങ്ങളുടെ കുഴിയോ? ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല എന്ന് പറയുകയാണ് ഈ മനുഷ്യൻ. ആ മനുഷ്യൻ ആരാണ്? ദൈവത്തിൻ്റെ പ്രവാചകനാണ്, ഹബക്കൂക്ക് പ്രവാചകൻ. അതെ, വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു. ഹബക്കൂക്ക് പ്രവാചകൻ യൂദായിലുണ്ടായിരുന്നു. അവൻ കറിയും പൊടിച്ച അപ്പവും ഒരു പാത്രത്തിലാക്കി കൊയ്ത്തുകാർക്ക് കൊടുക്കാൻ വേണ്ടി വയലിലേക്ക് പോവുകയായിരുന്നു. ദൈവത്തിൻ്റെ ദൂതൻ ഹബക്കൂക്കിനോട് പറഞ്ഞു, നീ വേഗം ഇതുമായിട്ട് പോവുക. അറിയില്ല എന്ന് കേട്ടപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ഹബക്കൂക്കിൻ്റെ തലമുടിയിൽ പിടിച്ച് വായുവേഗത്തിൽ ബാബിലോണിലെ സിംഹക്കുഴിയിലേക്ക്, ദാനിയേൽ കിടക്കുന്ന കുഴിയിലേക്ക് ഈ ഭക്ഷണവുമായി പോവുകയാണ്. സിംഹങ്ങൾക്ക് കൊടുക്കാനല്ല, മറിച്ച് തന്നെ ആരാധിക്കുന്ന തൻ്റെ ഭക്തനായ, തൻ്റെ വിശ്വസ്തനായ ദാനിയേലിന് കൊടുക്കാൻ. 6 ദിവസമായി അവൻ ഭക്ഷണം കഴിച്ചിട്ട്. നോക്കൂ, സർവശക്തനായ ദൈവത്തിൻ്റെ ചേർത്ത് പിടിക്കൽ എത്രയോ അനുഗ്രഹകരമാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇതുപോലെ ഒരു പ്രതിസന്ധിയിലാണെങ്കിൽ, ഇനി എന്ത് പോംവഴി, ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷ നേടാൻ കഴിയുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ, ആശ്വസിപ്പിക്കുന്നവനായ ദൈവം, അനുഗ്രഹിക്കുന്നവനായ ദൈവം, രക്ഷിക്കുന്നവനായ ദൈവം ഏത് പ്രതിസന്ധിയിലും നമ്മെ ചേർത്ത് പിടിച്ചനുഗ്രഹിക്കും. വേഗത്തിൽ ഇതൊന്നും അറിയാത്ത ഹബക്കൂക്കിനെ ദൈവം വായുവേഗത്തിൽ കൊണ്ടുവന്ന് ദാനിയേലിന് ഭക്ഷണം കൊടുത്തു. ദാനിയേലിനെ രാജാവ് സിംഹക്കുഴിയിൽ നിന്ന് വിമുക്തനാക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ ദൈവം ഇന്നും ജീവിക്കുന്നു. കർത്താവായ യേശു മിശിഹ, തൻ്റെ ഏകപുത്രനായ കർത്താവ് യേശു മിശിഹ ഇന്നും ജീവിക്കുന്നു. ആ ദൈവം, ജീവനുള്ള ദൈവം, പ്രതിസന്ധിയിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നവരാണ്. ആ തമ്പുരാൻ്റെ മുമ്പിൽ നമുക്ക് തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ജീവനുള്ള ശക്തനായ ദൈവമേ, അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. സിംഹങ്ങളുടെ കുഴിയിൽ അവശതയിലായിരിക്കുന്ന, പ്രതിസന്ധിയിലായിരിക്കുന്ന ദാനിയേലിന് ദൂരസ്ഥലത്ത് നിന്ന് അങ്ങ്
വിശപ്പിറക്കാനുള്ള ഭക്ഷണം എത്തിച്ചു കൊടുത്തു. സിംഹങ്ങളുടെ വായ അങ്ങ് അടച്ചു കിട്ടി. അവനെ സംരക്ഷിച്ചു. രാജാവ് അവനെക്കുറിച്ച് കീർത്തിപ്പെടുകയും രാജാവ് അവനെ വിമോചിക്കുകയും അവൻ മുഖാന്തരം ജീവനുള്ള ദൈവത്തെ രാജാവ് ആരാധിക്കുകയും ചെയ്തു. ശക്തനായ ദൈവമേ, ബലഹീനരായ ഞങ്ങൾ ഓരോരുത്തരും മുഖാന്തരവും ഞങ്ങളുടെ കുടുംബം മുഖാന്തരവും ദേശം മുഴുവനും അങ്ങയെ ആരാധിക്കുന്നവരായിത്തീരുവാൻ, അങ്ങയെ അറിയുന്നവരായിത്തീരുവാൻ അങ്ങിടയാക്കണമേ. ഞങ്ങളുടെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ അങ്ങ് ഇതുവരെ കരുണയോടെ കാത്തുരക്ഷിച്ചല്ലോ. ഇനിയും അത്ഭുതകരമായ വഴികളിലൂടെ ഞങ്ങളുടെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദാനിയേൽ പ്രവാചകൻ്റെ മധ്യസ്ഥത ഞങ്ങൾക്ക് എന്നും കാവലായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.